കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ എക്സാം വിന്നറിലെ 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള നമ്മുടെ ബാച്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ഇനി നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മോഡൽ എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ മോഡൽ എക്സാം 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ എഴുതുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു എക്സാം ഇനി വരാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ഫൈനൽ എക്സാമിന് മുമ്പ് നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനും എവിടെയൊക്കെയാണ് നമുക്ക് ഇനിയും പഠിക്കേണ്ടതുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എക്സാം നമ്മൾ എഴുതുന്നത്. സോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് എൻ്റെ കുട്ടികൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ വളരെ സിൻസിയർ ആയിട്ട് ടൈം മാനേജ് ചെയ്ത് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ 6 മുതൽ 9 വരെയുള്ള നമ്മുടെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 8ാം ക്ലാസ്സും അതേപോലെ തന്നെ 9ാം ക്ലാസ്സിലെയും മോഡൽ എക്സാം ടൈം ടേബിൾ ഒരേപോലെ തന്നെയാണ്. അതായത് നാളെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്യൂസ്ഡേ മാത്സിന്റെ മോഡൽ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഫ്രൈഡേ ഫിസിക്സ് ആണ്, സാറ്റർഡേ കെമിസ്ട്രി, സൺഡേ ബയോളജി, മൺഡേ സോഷ്യൽ സയൻസ്, ട്യൂസ്ഡേ മലയാളം 1 and 2 ആണ്. ദെൻ വെനസ്ഡേ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ മോഡൽ എക്സാം ആണ് നടത്തുന്നത്. തേഴ്സ്ഡേ ആണെങ്കിൽ ഹിന്ദിയുടെ മോഡൽ എക്സാം ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും മോഡൽ എക്സാം ടൈം ടേബിൾ ഇതാ നോക്കിക്കോ. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 19ാം തീയതി അതായത് നാളെ മാത്സിന്റെ മോഡൽ എക്സാം ആണ്. ദെൻ സാറ്റർഡേ ബേസിക് സയൻസ് ആണ്, മൺഡേ സോഷ്യൽ സയൻസ്, ട്യൂസ്ഡേ മലയാളം 1 and 2, വെനസ്ഡേ ഇംഗ്ലീഷ് ആണ്, തേഴ്സ്ഡേ ഹിന്ദി ആണ്. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ മോഡൽ എക്സാംസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും. ഇതിന്റെ PDF കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടായിരിക്കും. ബാച്ച് കമ്മ്യൂണിറ്റിയിലാണ് വരുന്നുണ്ടാവുക. സോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സിൻസിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഈ മോഡൽ എക്സാം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ബാച്ച് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ മോഡൽ എക്സാം ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും, മോഡൽ എക്സാംസും ഒക്കെ കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബാച്ചിനെ പറ്റിയിട്ട് ഓൾറെഡി നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമാധാനത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് നമ്മുടെ ക്രാഷ് ബാച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് പ്രോപ്പർ ആയിട്ട് ഈ ഒരു മോഡൽ എക്സാംസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ബാച്ചിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടി ഓൾ ദി വെരി ബെസ്റ്റ്.